الحمد لله الذي هدانا لهذا وما لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين ബഹുമാന്യ മുഅ്മിനുകളെ മുഅ്മിനാത്ത് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന എന്ന പ്രത്യേകം വസിയത്ത് ചെയ്യുന്ന ഉപദേശം സൂറത്ത് ആല ഇംറാനിലെ 31-32 വചനങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ മിമ്പറിൽ വെച്ചും മറ്റ് ഇടങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പ്രാവശ്യം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആയത്ത് തന്നെയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. സാന്ദർഭികമായ വിഷയം എന്ന നിലക്ക് ഈ ആഴ്ചയും ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ്, ഈ ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുവീൻ. ഒന്ന്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. ആ അല്ലാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുവീൻ, പിന്തുടരുവീൻ. എൻ്റെ നബി പറയുകയാണ്, ദീനായി നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന സകല കാര്യങ്ങളും നിങ്ങൾ സന്മനസ്സോടുകൂടി സ്വീകരിച്ച് ഞാൻ എന്താണോ ഓരോ വിഷയത്തിലും നിർദ്ദേശിച്ചത്
എന്നിൽ എന്താണോ നിങ്ങൾ അനുവദനീയമായി കണ്ടത്, ഞാൻ ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് വിലക്കിയത്, ഞാൻ ഏതൊരു കാര്യമാണോ മുബാഹായി അനുവദനീയമായി പഠിപ്പിച്ചത്, അവയെ നിങ്ങൾ അങ്ങനെ തന്നെ പിൻപറ്റുക എന്നതാണ്. അങ്ങനെ നിങ്ങൾ പിൻപറ്റിയാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാനുള്ള മാർഗമാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. നബിയെ പിൻപറ്റുക എന്നതാണ്. എന്നിട്ട് പറഞ്ഞു യഗ്ഫിർലക്കും ദുനൂബക്കും, എന്താണ് ഇതുകൊണ്ട് നമുക്ക് നേടാനുള്ളത്? നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു വരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവരും കരുണാനിധിയുമാണ്. അടുത്ത ആയത്തിൽ വീണ്ടും അള്ളാഹു പറയുകയാണ്, പ്രഖ്യാപിക്കുക, അത്തീഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. ഏതൊരു കാര്യത്തിൽ പടച്ച തമ്പുരാന്റെ കൽപ്പനയും നിരോധവും എന്താണോ അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഇതാണ് അള്ളാഹുവിനെ അനുസരിക്കുക എന്നത്. എന്നിട്ടോ വർ റസൂൽ, അതേപോലെ തന്നെ നബിയെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തവല്ലൗ, ഞങ്ങൾക്ക് സാധ്യമല്ല, ആ വിഷയത്തിൽ ഞാനത് അനുസരിക്കൂല, അല്ലെങ്കിൽ അക്കാര്യത്തിൽ താല്പര്യമില്ല, അത് ശരിയല്ല എന്ന നിലക്ക് നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, നേരത്തെ പറഞ്ഞു വെച്ച ആയത്ത്, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാത്ത കാഫിറുകൾ, അവരിലാണ് നിങ്ങൾ ഉൾപ്പെടുക. അള്ളാഹു കാഫിറുകൾ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇനി സൂറത്ത് മുഹമ്മദിലെ ചില ആയത്തുകൾ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിയുള്ളാഹ വഅത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹനെ അനുസരിക്കണേ, അവന്റെ പ്രവാചകനെയും അനുസരിക്കണേ. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്, നിഷ്ഫലമാക്കി കളയരുത്. അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കാൻ തയ്യാറില്ല, നാട്ടിലെ ഉസ്താദുമാരെ, നാട്ടിൽ നടന്നു വരുന്ന ആചാരങ്ങളെ, അവരുടെ വാക്ക് പിൻപറ്റിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അതിന്റെ ആയത്തിന്റെ അവസാനം എന്താ? വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ അമൽ ബാത്തിലായിരിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാണ്ടാകും, നിഷ്ഫലമാകും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അതേ സൂറത്തിൽ തന്നെ അതേ ആയത്തിന്റെ ബാക്കിയായിട്ട്, അല്ലെ അടുത്ത ആയത്തായിട്ട്, ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹ്വ്, ഐഹിക ജീവിതം എന്നത് കളിയാണ്, വിനോദമാണ്, തമാശയാണ്. വഇൻ തുഅ്മിനൂ വതത്തഖൂ, അത് ഒഴിവാക്കി നേരത്തെ പറഞ്ഞ ഈമാൻ ഉൾക്കൊള്ളുകയും അള്ളാഹു മുത്തഖിയായി ജീവിക്കാൻ കൽപ്പിച്ച വിധത്തിലുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത് നിങ്ങൾ മുത്തഖീങ്ങളാവുകയും ചെയ്താൽ യുഅ്തികും ഉജൂറക്കും, നിങ്ങളെ പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തൂല, അവൻ തരും. വലാ യസ്അൽകും അംവാലക്കും, നിങ്ങളോട് സമ്പത്ത് അതിന്റെ പേരിൽ അല്ലാഹു ചോദിക്കുന്നില്ല. അപ്പൊ ഈ അവസാനം പറഞ്ഞ ആയത്ത് എത്ര ക്ലിയർ ആണെന്ന് നോക്ക്. ഒരു കാരണവശാലും അള്ളാഹുവിന്റെ അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പന അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരുപാട് ആളുകൾ ഇത്തരം ആഘോഷ ദിവസങ്ങളിലേക്ക് കടന്നു വന്നാൽ അവർ ഇത്തിബാഉർ റസൂൽ, നബിയെ പിൻപറ്റുക എന്ന കാര്യം, അന്നത്തെ ജാഥയിൽ പങ്കെടുക്കുന്ന ആളുകൾ അന്ന് രാവിലെ സുബഹി നിസ്കാരത്തിന് വന്നിട്ടുണ്ടാവില്ല, ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. 95% ആൾക്കാരും, വളരെ കുറഞ്ഞ എണ്ണാകുന്ന ആളുകൾ മാത്രമാണ് ഉണ്ടാകുക. ഇത്തിബാഅ്, നബിയെ പിൻപറ്റാൻ തയ്യാറുണ്ടോ? അന്ന് ഈ ജാഥ നടത്താൻ വേണ്ടി മഹല്ലിലെ പല ആൾക്കാരിൽ നിന്നും സഹായം കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരോട് നിർബന്ധമായും 200-300 സംഖ്യ കളക്ട് ചെയ്തിട്ടാണ് അന്ന് ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. അവരെ സഹായിക്കണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുർആന്റെയും നിർദ്ദേശം അതിനെ പിൻപറ്റാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്കറിയാം, നമ്മളൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്ന, നമ്മളങ്ങനെ സംഘടനയും കാര്യങ്ങളൊന്നും അത്തരം വിഷയങ്ങൾ നോക്കാറില്ല. സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്ന, അരി വാങ്ങാൻ പോലും കാശ് നമ്മളുടെ ഭാഗത്ത് സംഘടിപ്പിച്ചു കൊടുക്കുന്ന
ആ വീട്ടുകാരോട്, വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളോട് മഹല്ലിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾ ഈ ദിനത്തിലെ കമ്മിറ്റി നിശ്ചയിച്ച സംഖ്യ തന്നിട്ടില്ലെങ്കിൽ എന്ന് ബലമായി പറഞ്ഞ് 250 ഉറുപ്പിക പിടിച്ചു വാങ്ങി ആ സങ്കടം പറഞ്ഞ ആളുകളെ എനിക്കറിയാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇത്തിബാഉർ റസൂലിന് പകരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൂടെയും രാത്രി ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ അലങ്കാരങ്ങൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ അലങ്കാരങ്ങൾ അങ്ങാടികൾ തെളിയിച്ചുകൊണ്ട് അവനവൻ നടത്തുന്ന സ്ഥാപനങ്ങളിൽ, അതുപോലെ തന്നെ പള്ളിക മദ്രസകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ എന്തിനാണ് ഈ ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നത്? ഈ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ കിഡ്നി തകരാറായി വീടില്ലാതെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പൊട്ടി കരഞ്ഞുകൊണ്ട് ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട മക്കളും വീടില്ലാത്ത ആളുകളുമായി വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം ഇവർക്കിത് കണ്ടുകൂടെ? ഞാൻ സൂചിപ്പിക്കുന്നത്, ലക്ഷങ്ങൾ പൊടിപൊടിക്കാൻ യാതൊരു പ്രയാസമില്ലാത്ത വിധത്തിൽ ചെയ്യുന്ന ആളുകൾ ഇത്തിബാആണോ, നബിയെ പിൻപറ്റുകയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. മതപരമായി പരിശോധിച്ചാൽ ഇത്തരം ആളുകളെ സഹായിക്കാത്ത ഇവർക്ക് തന്നെ ഇപ്പം അഭിപ്രായം വന്നു തുടങ്ങി. കുറെ ആളുകൾ പ്രതികരിച്ചു തുടങ്ങി. ഈ ലക്ഷങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകളെ സഹായിച്ചുകൂടെ? എന്തിനാ കാശ് നശിപ്പിക്കുന്നത്? ഇതാണോ നബി പഠിപ്പിച്ചത് എന്ന് ഖുർആൻ തന്നെ പറയുന്നത്? മത നിഷേധിയായിട്ടാണ് മിസ്കിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം സാധുക്കളെ സഹായിക്കാതിരിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച ചില ചരിത്രങ്ങളിലേക്ക് അവരൊക്കെ എങ്ങനെയായിരുന്നു സ്നേഹിച്ചിരുന്നത് കാണാം. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹുവിന്റെ ചരിത്രം ഒരിക്കൽ എന്നുള്ള ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഗവർണറായി ഷാമിലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തെ നിയോഗിച്ചു. അതിൽ പരാതികൾ വന്ന കൂട്ടത്തിൽ 4ാമത്തെ പരാതി അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ പരാതി എന്താ? ഇടക്കിടക്ക് മോഹാലസ്യപ്പെടുന്ന രോഗം അദ്ദേഹത്തിനുണ്ട് എന്നാണ് അന്ന് നാട്ടുകാർ പരാതിപ്പെട്ടത്. കണ്ണീർ കണങ്ങൾ ഇറ്റിറ്റ് വീണുകൊണ്ട് അതിന്റെ കാരണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ പള്ളിയിൽ വെച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഖലീഫ, എന്റെ സഹോദരൻ അന്ന് ഞാൻ മുസ്ലിം ആയിട്ടില്ല. ഹുബൈബിനെ ഖുറൈശികൾ ഈന്തപ്പനയുടെ കൊമ്പിൽ ഈന്തപ്പനയുടെ കഷ്ണത്തിൽ കെട്ടിത്തൂക്കി ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും പച്ചയിറച്ചി മാംസം അരിഞ്ഞെടുക്കുന്ന രംഗം ഞാൻ കാണുകയും ഖുറൈശികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഹുബൈബേ, നിന്റെ സ്ഥാനത്ത് നിന്റെയും കുടുംബത്തെയും വിട്ടയക്കാം, ആ സ്ഥാനത്ത് മുഹമ്മദിനെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതല്ല നിനക്ക് ഇതിനേക്കാൾ നല്ലത് എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കൂ, ഞാൻ എൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാനും എൻ്റെ കുടുംബവും ഈ മാർഗത്തിൽ മരണപ്പെട്ടാലും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കൊത്തി നുറുക്കിയാൽ എന്റെ സന്ധിബന്ധങ്ങളിൽ അനുഗ്രഹം ചൊരിയാൻ കഴിവുള്ളവനാണ് ലോകരക്ഷിതായ തമ്പുരാൻ. സഈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിക്കുണ്ടായ ഈ സംഭവം ഓർക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന് ഓർമ്മ വരുമ്പം മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്യുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറയുന്ന ആ സംഭവം ഓർത്തിട്ട് നബിയെ സ്നേഹിച്ച ആ വിഷയം അദ്ദേഹം പറയുന്ന വശം സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സാമ്പത്തിക രംഗമാണോ? അദ്ദേഹത്തിന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോർന്നൊലിക്കുന്ന അല്ലെങ്കിൽ അതിശക്തമായ വെയിലത്ത് പ്രയാസപ്പെടുന്ന ഒരു കൂരയിൽ ഗവർണർ കഴിയുന്ന രംഗം കണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയ ഏതാനും സ്വർണ്ണ നാണയങ്ങൾ
അത് ഭാര്യയുമായി ചർച്ച ചെയ്ത് എന്നിട്ട് അദ്ദേഹം അത് ബിസിനസ്സിലിറക്കാം എന്ന് അവളോട്, വിവാഹം കഴിച്ച് ഏതാനും നാളുകളായിട്ടേ ഉള്ളൂ, അവളോട് ഇത് ബിസിനസ്സിലിറക്കാം എന്ന നിലക്ക് പറയുകയും എന്നിട്ട് അത് ബിസിനസ്സിലിറക്കി എന്ന് ഭാര്യയോട് പല പ്രാവശ്യവും പറഞ്ഞ് അത് അന്വേഷിച്ച് അവസാനം ഇദ്ദേഹം മറ്റൊരാളോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഭാര്യക്ക് മനസ്സിലായി യഥാർത്ഥ ബിസിനസ്സിൽ ലാഭം കിട്ടുന്ന, ദുനിയാവിൽ ലാഭം കിട്ടുന്ന ബിസിനസ്സിൽ ഇറക്കിയിട്ടില്ല എന്ന്. അപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ഏത് ബിസിനസ്സിലാണ് ഇറക്കിയത്? അദ്ദേഹം മറുപടി പറഞ്ഞു, പരലോകത്ത് ഇഹലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു കച്ചവടം. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അദ്ദേഹം വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നീയും ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി അത് മുഴുവനും ഞാൻ പാവങ്ങൾക്ക് വിതരണം ചെയ്തിരിക്കുന്നുവെന്ന്. എവിടെയാണ് പ്രവാചക സ്നേഹം? നമ്മളുടേതും അവരുടേതും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ച ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ, സഹാബികളുടെ ചരിത്രങ്ങളെ നമുക്കായി പിറക്കാം. ഇന്നോ തോരണം തൂക്കലാണോ യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം വന്നത്? അലങ്കരിക്കലാണോ? മധുരപ്പായസം നൽകലാണോ? ബിരിയാണി കൊടുക്കലാണോ? റോട്ടിൽ വിലസലാണോ? ദഫുമുട്ടലാണോ? എവിടെയാണ് നമ്മളുടെ സ്നേഹം കിടക്കുന്നത്? ഇതൊക്കെ ആര് പഠിപ്പിച്ചു? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇസ്ലാമിലെ ഒരൊറ്റ ആഘോഷവും റോട്ടിൽ ഇറങ്ങിയിട്ടില്ല, മനുഷ്യനുണ്ടാക്കിയതേ ഉള്ളൂ. 2 പെരുന്നാൾ ആഘോഷങ്ങൾ റോട്ടിലിറങ്ങാൻ കൽപ്പിച്ചിട്ടുണ്ടോ? വിവാഹ അവസരങ്ങൾ റോട്ടിലിറങ്ങാൻ കൽപ്പിച്ചിട്ടുണ്ടോ? അത് പടച്ച തമ്പുരാൻ അവന്റെ ദീനിറക്കി റബ്ബിനറിയാം എങ്ങനെയാണ് ആഘോഷങ്ങൾ വേണ്ടത് എന്ന്. റോട്ടിലിറങ്ങിയപ്പം വർഷങ്ങൾക്ക് മുമ്പ് സിറാജുന്നിസ 8 വയസ്സുകാരി ഇതുപോലെയുള്ളൊരു മൗലിദ് ജാഥ നടത്തിയപ്പോൾ, സംഘർഷമുണ്ടായപ്പോൾ പോലീസിന്റെ നിഷ്ഠൂരമായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതാണ്. എത്ര സംഘർഷങ്ങളാണ്. ജീലാനി ദിനമാകട്ടെ, മറ്റേത് ആഘോഷ പരിപാടികളാകട്ടെ, കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ആഘോഷ പരിപാടികൾ പുറത്തേക്കിറങ്ങിയപ്പം വർഗീയ സംഘർഷങ്ങളായി മാറിയത്. എത്ര ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സലഫി സംഘടന കേരള നദ്വത്തുൽ മുജാഹിദീൻ വളരെ കൃത്യമായി കേരള ഗവൺമെന്റിന് ആ നിലക്ക് ആഘോഷങ്ങൾ റോട്ടിലിറങ്ങുന്നത് ആരുടേതായാലും വിലക്കണമെന്ന മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ആ തരത്തിലുള്ള ഒരു റോട്ടിലിറങ്ങിയിട്ടുള്ള ആഘോഷമില്ല. മനുഷ്യൻ ഉണ്ടാക്കിയപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബിദ്അത്തുകളാണോ? എങ്ങനെയാണ് ബിദ്അത്താവുന്നത് എന്ന് ചിലരൊക്കെ ഇതിനെ ന്യായീകരിക്കാറുണ്ട്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ബിദ്അത്താണോ? വാർഷികാഘോഷങ്ങൾ നടത്തിയ ബിദ്അത്താണോ? ഓരോരോ ചോദ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ എന്താണ് മതം? മതം എന്താണ്? ഭൗതികമായ വിഷയങ്ങളിൽ പൊതുവെ പറഞ്ഞ കാര്യങ്ങളിൽ അനുവദനീയമായ വിഷയത്തെ സംബന്ധിച്ചാണോ ഇവിടെ നമ്മൾ ഇതും അതുമായി കൂട്ടിക്കെട്ടേണ്ടത്? ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, ദുനിയാവിന്റെ വിഷയത്തിൽ ആ നിലക്കുള്ള അനുവദനീയമായ വശങ്ങൾ നമുക്ക് ചെയ്യാം. ഇത് ദീനിന്റെ വിഷയമാണ്. ചില തെളിവുകൾ ആ വിഷയത്തിൽ പറയാറില്ലെങ്കിൽ തെളിവായി പറയാറുള്ളത് പ്രവാചകന്മാരുടെ ജന്മദിനം എന്ന നിലയിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. ഏത് ആയത്തില്? ഈസാ നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ, സക്കരിയ നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ സൂറത്തു മറിയമിൽ അല്ലാഹു യൗമ വുലിദ വയൗമ യമുതു എന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. സമാധാനം, ജനിച്ച ദിവസം സമാധാനം, മരിച്ച ദിവസം സമാധാനം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആയത്തുകളെ ഒരു മുഫസ്സിറും വിശദീകരിക്കാത്ത നമ്മൾ നിൽക്കുന്ന വശതാണ്. ഖുർആനിന്റെ തഫ്സീർ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ നടത്തുമ്പോഴാണ് ജബ്ബാർ ഉണ്ടാകുന്നത്, അതുപോലെ ജാമിദമാരുണ്ടാകുന്നത്, അതുപോലെ പലരുണ്ടായിത്തീരുന്നത്. മറിച്ച്
എങ്ങനെയാണോ സഹാബത്ത് അത് മനസ്സിലാക്കിയത്, അവരാരും അത് മനസ്സിലാക്കിയിട്ട് നബിയുടെ കാലത്ത് ഒരൊറ്റ ജന്മദിനാഘോഷവും നബി നടത്തിയില്ലല്ലോ. അവർക്ക് ആ ഖുർആൻ മനസ്സിലായില്ലായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നടത്തിയില്ലല്ലോ. 4 ഖലീഫമാരെ നടത്തിയിട്ടില്ലല്ലോ. മുഹദ്ദിസീങ്ങളായ ബുഖാരി മുസ്ലിം അടങ്ങുന്ന അല്ലെങ്കിൽ അതുപോലുള്ള മുഹദ്ദിസീങ്ങളായ ഇമാമുമാർ നടത്തിയിട്ടില്ലല്ലോ. അവർക്കാർക്കും മനസ്സിലാകാത്ത നിലയിൽ ഇവർക്ക് ഖുർആൻ മനസ്സിലായത്. ഇതൊക്കെ അവനവൻ ചെയ്യുന്ന ആചാരങ്ങൾക്ക് ന്യായം പറയുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭൗതികമായ വിഷയങ്ങൾ അതിനെ ദീനായി കാണുന്നില്ല, ഇബാദത്തായി കാണുന്നില്ല. കൂലിയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഇവരൊക്കെ വാറോലയിലുള്ളത് എന്താ? ജന്മദിനം ആഘോഷിക്കുക എന്നത് ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമുള്ളതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അപ്പോൾ ഇബാദത്തായോ ഇല്ലയോ? മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് അത് അങ്ങനെയുള്ള ഇബാദത്ത് പിന്നീട് നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല മതത്തിൽ എന്ന് പറയുന്നതും ആ കാര്യമാണ് ബിദ്അത്തായി മാറുന്നതും. പിന്നെ ചില ആയത്തുകൾ പറയുന്നത് ഫബിദാലിക ഫല്യഫ്റഹു, നബിയെ പറ്റി പറഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നതാണ്. ഒരായത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സന്തോഷിക്കുക. സന്തോഷിക്കണ്ടേ? സന്തോഷിക്കണം. അതിനെന്താ കുഴപ്പം? അത് നബി ജനിച്ച ദിവസത്തിലാകണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ആ ആയത്തിന് അങ്ങനെ അർത്ഥം ദുനിയാവിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തഫ്സീറുകൾ എന്താണ് മനസ്സിലാക്കി തരുന്നത്, സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇനി ഓരോരുത്തരും അവനവന് മനസ്സിലാകുന്ന വിധത്തിൽ വിശദീകരിച്ചാൽ ദീന് ബാക്കി ഉണ്ടാവോ? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞു, വമാ ആതാകും റസൂൽ ഫഖുദൂഹു, റസൂൽ എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അത് നിങ്ങൾ സ്വീകരിക്കൂ. വമാ നഹാകും അൻഹു ഫന്തഹു, വിരോധിച്ചത് ഒഴിവാക്കുകയും ചെയ്യാം. സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കുക, നബി എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കുക. അതുകൊണ്ട് ചില എന്തൊക്കെ ന്യായങ്ങളാണ് ഇത്തരം വിഷയങ്ങളിൽ പറയുന്നത്. സുവൈബത്തിനെ അബൂലഹബ് മോചിപ്പിച്ചു പോൽ ആ ദിവസം എന്തൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിനെ ശപിച്ചു. ആ ഒരു മനുഷ്യൻ ആ സുവൈബത്തായ അടിമയെ മോചിപ്പിച്ചു. ആ സംഭവം തന്നെ മോചിപ്പിക്കാൻ ആ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. അത് മറ്റൊരു കാര്യം, കള്ളക്കാര്യമാണ്, ഹദീസ് വിഷയമാണ്. എന്നാൽ അങ്ങനെയാണ് എങ്കിൽ തന്നെ നബി ജനിച്ച ദിവസമാണ് എന്നോ, അത് ആ മോചിപ്പിച്ചതിനാലാണ് ആ ദിവസം അബൂലഹബിന് നരകത്തിൽ നിന്ന് കൈവിരലിന്റെ ഇടയിലൂടെ വെള്ളം കിട്ടുന്നത് എന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ഒരു മനുഷ്യനെ ഈ ഒരു വിഷയമാണോ ന്യായമായി പരിഗണിക്കേണ്ടത്? ഒന്ന്, അത് യഥാർത്ഥത്തിൽ ശരിയായ ഉദ്ധരണിയല്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സംഭവം സ്വപ്നമാണ്. ആരാ സ്വപ്നം കണ്ടത്? ആളില്ല. സ്വപ്നം ഇസ്ലാമിലെ ദീനിൽ തെളിവാ? ഈ ആളുകൾ തന്നെ പ്രസംഗിച്ചെടുക്കുന്നേക്കാ സ്വപ്നം ദീനിൽ തെളിവല്ല എന്നുള്ളത്. അതുകൊണ്ട് അത്തരം തെളിവുകൾ ബാലിശവും ദുർബലവുമായ തെളിവുകൾ എന്ന പേരിൽ ചില കാര്യങ്ങൾ ഇവർ അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇനി മാത്രമല്ല, ഇവരുടെയൊക്കെ പ്രസംഗം കേൾക്കാം, ബർത്ത്ഡേ പാടില്ല, ബർത്ത്ഡേ ആഘോഷിക്കാനേ പാടില്ല. അത് നാട്ടില് മക്കള് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ നാളെ ഇന്നയാളുടെ ബർത്ത്ഡേ ആണ്, മുട്ടായി കൊണ്ടുവരണം എന്ന് സ്കൂൾ അധികൃതരിൽപ്പെട്ട ആരോ പഠിപ്പിക്കുന്ന ആരോ മറ്റോ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആ ആചാരം നമ്മളെ നാട്ടിലേക്ക് കടന്നു വരാൻ തുടങ്ങി. പലരും ആഘോഷിക്കാൻ തുടങ്ങി, കേക്ക് മുറിക്കാൻ തുടങ്ങി. അപ്പൊ ഉസ്താദുമാരായ ആൾക്കാർ പറഞ്ഞു ബർത്ത്ഡേ പാടില്ല. ഈ പാടില്ല എന്ന് പറഞ്ഞ് നബിയുടെ ബർത്ത്ഡേ പാടുണ്ട് എന്ന് തെളിവ് കൊടുക്കണ്ടേ? ഒന്ന് പാടില്ല എന്നതും മറ്റൊന്നും പാടില്ല എന്ന് പറയണ്ട. അല്ലെങ്കിൽ പിന്നെ അതിന് ന്യായമായും ഇന്ന ഹദീസിന്റെ ഇന്ന ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അനുവദനീയമാണ്, നബി ചെയ്തിട്ടുണ്ട് എന്ന് തെളിവ് കൊടുക്കണ്ടേ? ഇവര് തന്നെ ഒരു ഭാഗത്തൂടെ അത് പാടില്ല എന്ന് പറയും, മറുഭാഗത്ത് അത് അനുവദനീയമാണ് എന്ന് പറയുകയും ചെയ്യുന്ന വളരെ മോശമായ അവസ്ഥ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 1-2 ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക. പെരുന്നാൾ ദിവസം
ആ ദിവസം രാവിലെ എത്ര മണിക്കായിരിക്കണം, എപ്പോഴായിരിക്കണം നമസ്കാരം. അതുപോലെ തന്നെ പെരുന്നാളിന്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ്, വളരെ കൃത്യമായി ഇന്ന സമയത്ത് പുറപ്പെടണമെന്നോ, വസ്ത്രം ധരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും തക്ബീർ ചൊല്ലുന്നതും, ഒളിഹിയത്താണെങ്കിൽ അത് അറുക്കേണ്ട സമയം, വലിയ പെരുന്നാൾ എല്ലാം വളരെ കൃത്യമായി ദീനിലുണ്ട്. എന്നാൽ ഈ നബിദിനത്തിന് എപ്പോഴാണ് മൗലൂദ് ഓതേണ്ടത്, എപ്പോഴാണ് പള്ളിയിൽ പുറപ്പെടേണ്ടത്, എപ്പോഴാണ് റോട്ടിലിറങ്ങേണ്ടത്, എവിടെയാണ് ജാഥ വിളിക്കേണ്ടത്, എന്ത് നിർദ്ദേശമാണുള്ളത്, എന്ത് സുന്നത്താണ് ഖുർആനിലും ഹദീസിലും വന്നിരിക്കുന്നത് ഒന്ന് വ്യക്തമാക്കാൻ പറ. നമ്മൾ എതിർക്കുന്നത് ഈ ഒരു വിഷയത്തെ പറ്റി മാത്രമല്ല, ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഇതിന് തെളിവുകളില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. തെളിവുകളില്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അരുത്, പാടില്ല എന്നത്. അതിനേക്കാളൊക്കെ വിചിത്രമായ വിഷയം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എഴുതി ഉണ്ടാക്കിയ പലതരത്തിലുള്ള ആളുകളുടെ പേരിലുള്ള മൗലിദുകളാണ് പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നബി മൗലിദായിട്ട് അറിയപ്പെടുന്നത് മങ്കോസ് മൗലിദ് എന്ന നിലക്കുള്ളതും അല്ലാത്തതുമൊക്കെയാണ്. എന്നാൽ റിഫാഹി ഷെയ്ഖിന്റെ പേരിൽ മൗലിദില്ലേ, മമ്പർത്ത് തങ്ങളുടെ പേരിൽ മൗലിദില്ലേ, മൊനമ്പത്തെ ബീവിന്റെ പേരിൽ മൗലിദില്ലേ, ഇതൊക്കെ തന്നെയും ദീനിൽ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലുള്ളത് നടത്തിക്കൂട്ട്. ദീൻ എവിടെ പോകും? എന്താ സ്ഥിതി? ആരാ ഇത് പഠിപ്പിച്ചത്? ഹിജ്റ 300 ശേഷമാണ് ഇത് തുടങ്ങിയത് എന്ന് അപ്പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന നമ്മൾക്കും അറിയാം. അപ്പൊ അതിന്റെ മുമ്പ് 300 വർഷം ജീവിച്ചു മരിച്ചു പോയവർ സ്വർഗത്തിലല്ലേ? അവർക്ക് ദീനനുസരിച്ച് ജീവിച്ച് മരിച്ചു പോയവരല്ലേ? അവർക്ക് സ്വർഗം ലഭിക്കുകയില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ന്യായങ്ങളും കാര്യങ്ങളും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, അതിൽ തന്നെയുള്ള ചില വരികൾ നമുക്കറിയാവുന്നതാണത്, കേട്ടതാ, ഞാനത് വിശദീകരിക്കണ്ട. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നബിയെ, അതുകൊണ്ട് അങ്ങ് ഇത് പൊറുത്തു തരണമേ, അങ്ങയോട് ഞാനിത് ആവലാതി ബോധിപ്പിക്കുന്നു. ആരാ അവിടെ തെറ്റ് തീരുമാനിച്ചത്? അള്ളാഹ്. പൊറുക്കേണ്ടത് ആരാ? നബിയു. അതെങ്ങനെയാ? അള്ളാഹ് തീരുമാനിച്ച തെറ്റ് ശരി, പടച്ചോന്റെ അടുക്കൽ ആ തെറ്റും ശരിയും, അത് പൊറുക്കേണ്ടത് അള്ളാഹുവാണ്. എന്റെ അടിമയോട് പറ, ഞാനാണ് പാപം പൊറുക്കുന്നവൻ, ഞാനാണ് പാപം പൊറുക്കുന്നവൻ. അള്ളാഹ് അല്ലാതെ പാപം പൊറുക്കുന്നവരുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് മരണപ്പെട്ടു പോയ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ താൻ ചെയ്തു പോയ തെറ്റ് അത് പൊറുത്തു തരണേ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല, ഇസ്ലാമിക വിരുദ്ധമാണ്. അള്ളയാണ് പാപം പൊറുത്തു തരേണ്ടവൻ. അതുപോലെയുള്ള ഒരുപാട് വരികൾ ഇത്തരം കാര്യങ്ങളിലുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇതുപോലെയുള്ള ശിർക്കൻ വരികൾ അതിലുണ്ട്. അതാണ് ഭവ്യതയോടുകൂടി റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയുള്ള രാത്രികളിലും പകലിലുമൊക്കെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പോലും ഖുർആൻ അവിടെ എടുത്തു വെച്ചിട്ട് ഇതാ നമ്മളെല്ലാരും ഖുർആൻ എന്ന് പാരായണം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സംവിധാനങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ ഈ നിലക്ക് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 1-2 കാര്യങ്ങളുമായി ശ്രദ്ധയിൽപ്പെടുത്തിട്ട്, നബി സല്ലല്ലാഹു ഒരാള് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വെച്ച് തുമ്മി. അയാൾ പറഞ്ഞു അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഉടനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖൂലു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഞാനും അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്ത്? ഇടക്കിടക്ക് അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു റസൂലില്ലാ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. വലാകിൻ, പക്ഷേ വലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹ്, ഇതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുമ്മിയാ പഠിപ്പിച്ചത്, പറയാൻ പഠിപ്പിച്ചത്. വലാകിൻ അല്ലമനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. ഇതാ നബി പഠിപ്പിച്ചു അൽഹംദുലില്ലാ പറയല്. ഇതല്ലാതെ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ നല്ലതല്ലേ എന്ന് വിചാരിച്ച് പറയാൻ പാടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു പഠിപ്പിക്കുകയാണ്. സഈദ് ഇബ്നു മുസയ്യിബ് അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹം ഉണ്ടായ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. 2 റക്അത്ത് ഒരാൾ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ഭവ്യതയോടെ സുബ്ഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പൊ ഫഖാല യാ അബാ മുഹമ്മദ്, അപ്പൊ അയാളോട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ സുബഹിസ്കാരം സുന്നത്തില്ലല്ലോ, സുബഹിസ്കാരം കഴിഞ്ഞ് സുന്നസ്കരിക്കാൻ പാടുണ്ടോ, എന്താ നിസ്കരിക്കാൻ കാരണം? അപ്പൊ മറ്റേ മറുപടി, നിസ്കരിച്ച ആളുടെ മറുപടി, ഫഖാല യാ അബാ മുഹമ്മദ് അയുഅദ്ദിബുനില്ലാഹ്. മനസ്സിലായോ? അലസ്സലാ. നമ്മൾ ചോദിക്കുന്ന ചോദ്യം അത്, ഞാൻ നമസ്കരിച്ചതിന് അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? നിസ്കാരല്ലേ, അള്ളാഹ് ശിക്ഷിക്കോ? വല്ലാത്തൊരു ചോദ്യമല്ലേ. ആ ചോദ്യമല്ലേ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളത്. ലാ, അള്ളാഹ് ശിക്ഷിക്കൂല. എന്നാൽ മനസ്സിലാക്കിക്കോ, വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന. നിന്നെ അള്ളാഹ് ശിക്ഷിക്കും. എന്തിന്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തിനെതിരായി നിനക്കിഷ്ടമുള്ളത് നീ ചെയ്തു എന്നതുകൊണ്ട് അള്ളാഹു നിന്നെ ശിക്ഷിക്കും. മനസ്സിലായല്ലോ? അത്ര ഗൗരവമുള്ള കാര്യവുമാണ്. ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം എത്ര ചെറുതായാലും വലുതായാലും അത് പിൻപറ്റലും അത് സ്വീകരിക്കലും നമ്മൾ കൂലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതുമെല്ലാം വളരെ വിശാലമാണ് അതിന്റെ തലങ്ങൾ. നേരത്തെ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച അതേ ആയത്ത് ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വല്ല സഅയും ഫിൽ ഹയാത്തി ദുനിയ. എടങ്ങേർ ഒരുപാടായിട്ടുണ്ട്. സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട്, അതിന് പങ്കെടുത്തിട്ടുണ്ട്, ഇടങ്ങാറായിട്ടുണ്ട്. പക്ഷെ പരലോകത്ത് ബാത്തിലാണ്, ഒരു കൂലിയും കിട്ടൂല. നല്ലതാണെന്ന വിചാരിക്കുന്നത്, പക്ഷെ തെളിവില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കുകയും ബിദ്അത്ത് ജീവിതത്തിൽ വരാത്ത വിധത്തിൽ നമ്മളുടെ അമലുകൾക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കത്തക്ക വിധത്തിൽ നമ്മൾ ബിദ്അത്തിനെ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജുമുഅക്ക് വരുന്ന ആളുകൾ കുറച്ചുകൂടി നേരത്തെ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് എത്താൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മളുടെ എല്ലാ പരിപാടികളും നമ്മൾ വെള്ളിയാഴ്ചക്ക് വേണ്ടി നിർത്തിവെക്കും. പക്ഷെ പള്ളിയിൽ എത്തുമ്പോൾ നേരെ ലേറ്റാവും, അത് പറ്റില്ല. പരമാവധി ബാങ്ക് കൊടുക്കുമ്പോഴേക്കെങ്കിലും എത്തുക. കഴിയുന്ന ആളുകൾ നേരത്തെ എത്തി അൽക്കഹഫ് പാരായണം ചെയ്യുക. സാന്ദർഭികമായി അത് നമ്മുടെ ശ്രദ്ധയിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് നാളെ ശനിയാഴ്ച ഹൈസെക് കോൺഫറൻസ് ഇവിടെ കൊയിലാണ്ടി ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് വേണ്ടി നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഈ മക്കളെ പോറ്റുന്നു. അവരുടെ പിടുത്തം ഒരു കൗമാര പ്രായത്തിലെത്തുമ്പോഴേക്ക് നമ്മളിൽ നിന്ന് പോവുകയാണ്. ഈ ഒരു സാഹചര്യം വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ ഖുതുബ കേൾക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പടച്ചോൻ എൻ്റെ മോൻ എന്താവും, പടച്ചോൻ എൻ്റെ മോൾ എന്താവും, ബേജാറിലാണ്. സ്കൂളിൽ പോയാൽ, അതുപോലെ തന്നെ കോളേജിൽ പോയാൽ, ആരോടൊക്കെ അവളുടെ കൂട്ട്, അവൻ ആരോടൊക്കെ ലൈക്കടിക്കുന്നുണ്ട്, എന്താണ് അവൻ്റെ സ്ഥിതി, ആരുടെയൊക്കെ ഫോണാണ് കൈകാര്യം ചെയ്യുന്നത്, അവൻ വല്ല ചതിയിലും പെട്ടുപോകുമോ ലഹരിയുടെ. ഇനി അതുമല്ല, അവനെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്ന, അവളെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. എത്ര കൃത്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മോളെ പോറ്റുന്നത്, എൻ്റെ മോനെ പോറ്റുന്നത്, അല്ലേ? എല്ലാവർക്കും ആ ഒരു ആശങ്ക എന്തായിരിക്കും. ടീച്ചർമാരെ പറഞ്ഞാൽ അനുസരിക്കൂല, മാഷന്മാരെ ഒരു വിലയുമില്ല. ഇന്ന് ഇൻകുലാബിന്റെ കാലഘട്ടമാണ്, അവരുടെ ചോയ്സാണ്, അതിനാണ് നിയമം കിടക്കുന്നത്. അതാണ് അവസ്ഥ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ചീത്ത പറയാൻ പറ്റൂല ഉമ്മാക്ക് വാപ്പാക്കും. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു സാഹചര്യം തന്നെ. പക്ഷേ
ഇതിൽ നല്ല ഒരു മാറ്റം വരുത്താൻ നമ്മളെ ഭാഗത്ത് ശ്രമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അവരുടെ ആ തെറ്റിത്തെറിച്ച് പോകുന്ന ആ കൗമാര പ്രായത്തിലാണ് അവരെ പ്രധാനമായും പിടിക്കേണ്ടത്. ആണുങ്ങളോട് ഇഷ്ടം പെൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് ഇഷ്ടം, ഒറ്റയ്ക്ക് സംസാരിക്കാൻ താല്പര്യം. ഈ വിഷയത്തെ സംബന്ധിച്ച്, ഇത് കടന്നു പോയാൽ ഉണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ച് മനസ്സിലാണ്ടോ? ഒരു കുടുംബം കുളം തോണ്ടി പോകുന്ന, നശിച്ചു പോകുന്ന, അവരുടെ അന്തസ്സും അഭിമാനവും ഇല്ലാതാകുന്ന, സംസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് നമ്മളുടെ മക്കൾ എത്തുമെന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനുവേണ്ടി പല പരിപാടികളും MSM നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈസക്ക് നാളെ കൊയിലാണ്ടിയിൽ വെച്ച് നടക്കുന്ന ഓരോ ജില്ല തോറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ മക്കളെ, പൊന്നാര മനുഷ്യരെ, നമ്മൾക്കൊരു ബാധ്യത ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അവരെ അതിൽ പങ്കെടുപ്പിക്കുകയും, ഒരുപാട് മക്കള് ഈ വിഷയത്തിൽ ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ട് ജീവിതം തന്നെ മാറി വരികയും ഭയാനകമായ ഗർത്തത്തിൽ നിന്ന്, നിരീശ്വരത്വത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന്, അധ്യാപകരെയും രക്ഷിതാക്കളെയും അനുസരിക്കാത്ത മക്കളായി തീരുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപാടി വിജയിപ്പിക്കുന്നതിൽ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, വലിയ ഒരു സാമ്പത്തിക ബാധ്യത, 3.5 ലക്ഷം രൂപയോളം നാളെ അതിന് ചെലവുണ്ട്. ആതിഥേയർ എന്ന നിലക്ക് നമ്മൾക്കതിൽ കൂടുതൽ ബാധ്യത ഉണ്ട്. ഈ പള്ളിയിൽ നിന്ന് നിർബന്ധമായും നല്ല ഒരു സംഖ്യ അതിനു വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സംഭാവന ചെയ്തുകൊണ്ട് ഇന്നത്തെ കളക്ഷൻ വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഉറക്കുകയാണ്. സഹോദരങ്ങളെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പം കുറച്ച് നേരത്തെ മിംസിലേക്ക് കൊണ്ടുപോയ ഒരു 12 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കാര്യം പ്രാർത്ഥിക്കണേ എന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അതുപോലെ നമ്മളുടെ കൂട്ടത്തിലും പലരും രോഗികളും പ്രയാസപ്പെടുന്നവരുമാണ്. കാരുണ്യവാനായ തമ്പുരാൻ അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ഇതുപോലുള്ള എല്ലാ രോഗങ്ങളിലും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ മക്കൾ അള്ളാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആദർശം സ്വീകരിച്ച് നല്ല മക്കളായി തീരാവുന്ന മക്കളായിട്ടുള്ളവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ, തിന്മകളായ എല്ലാ കാര്യങ്ങളിലും വിട്ടുനിൽക്കാൻ നീ അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ നല്ല നിലയിലുള്ള കുടുംബാന്തരീക്ഷം ഞങ്ങൾക്ക് നിലനിർത്തി തരികയും അങ്ങനെ ഇസ്ലാമിക സംസ്കാരം നിലനിർത്തി മുന്നോട്ട് പോകുന്ന, ആ നിലക്ക് ജീവിക്കുന്ന ആദർശ കുടുംബമായി ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഖുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.